വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു ലോങ് വീഡിയോ ആണ് ചെയ്യണത്. ഇന്ന് ഞാൻ കുക്കിംഗ് ഒന്നല്ല ഈ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഞാൻ പ്ലാന്റ്സിന് കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മാത്രമല്ല ഇന്ന് ഞാൻ ഒരു വളം ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേതാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മടിക്കരുത്. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടാവുമല്ലോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മടി കാണിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളിലൊക്കെ വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം, അതൊക്കെ നനയ്ക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇതുപോലെ പൂക്കളുണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാനിങ്ങനെ മാറി മാറി ഓരോ വളങ്ങളും ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഓർഗാനിക്കായിട്ടും മറ്റും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ DAP എന്ന് പറഞ്ഞിട്ടൊരു വളം നമുക്ക് വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിലോ അതുപോലെ ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കളുണ്ടാവാൻ നിങ്ങളെ സഹായിക്കട്ടോ. അഡേനിയത്തിന് ഞാൻ പ്രത്യേകമായിട്ട് ആ ഒരു വളം ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ വലിയ വലിയ പൂക്കൾ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ DAP എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു 4-5 മണി ഓരോ ചട്ടിയുടെ സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. സാവധാനം ഈ ചെടികളിലേക്ക് അതിൻ്റെ ഒരു വളങ്ങളൊക്കെ ഈ ചെടി വലിച്ചെടുക്കും കേട്ടോ. മാത്രമല്ല ഞാൻ ചെയ്തു കൊടുക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 ലിറ്റർ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു 2-3 സ്പൂണോ 4 സ്പൂണ് DAP എടുത്തിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് കലക്കി അത് നന്നായിട്ട് അലിയിച്ചെടുക്കും കേട്ടോ വെള്ളത്തിൽ. എന്നിട്ട് അത് ഓരോ ചെടിയിലേക്കും ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമെങ്കിൽ നമുക്ക് ഒരുപാട് എല്ലാ ചെടികൾക്കും എത്തിക്കിട്ടും കേട്ടോ. മാത്രമല്ല എനിക്ക് ഒരുപാട് ചെടികളുള്ള കാരണം വളങ്ങൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പം വീണ്ടും പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. റോസിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഗൺവില്ലാസ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ബോഗൺവില്ലാസ് ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഈ വർഷത്തിൽ ഉണ്ടാവുന്നത്. ആദ്യത്തതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ രണ്ടാമത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തന്നെ മൊട്ടുകളും വിരിഞ്ഞു വരുന്നത് വേറെയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വളം നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കാൻ നോക്കാം. പിന്നെ നമ്മൾ നമ്മുടെ സവാളുടെ തൊലിയും പഴത്തൊലി കോഴിമുട്ടത്തൊണ്ട് ചായപ്പിണ്ടി ഇതൊക്കെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് തിളപ്പിച്ച് അങ്ങനെയും ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം അധികം ഈ DAP പൊട്ടാഷ് അതൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. മറ്റേതും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ DAP ആണ് അധികം ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഇതുപോലെ പൂക്കളുണ്ടായത്. DAP നല്ല വളമാണ് കേട്ടോ. ഈ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൂക്കളുണ്ടാവാൻ നമ്മളെ സഹായിക്കുന്ന നല്ലൊരു വളമാണ് DAP. പൊട്ടാഷ്യം അതുപോലെ തന്നെ NPK 19 ഒക്കെ കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഇന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്ത വളം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബോഗൺവില്ലാസൊക്കെ നന്നായിട്ട് മുട്ടുകൾ വന്ന് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗാർഡൻ നല്ല ഭംഗി ഉണ്ടാവാൻ ഏറ്റവും നല്ല പ്ലാന്റ് എന്ന് വെച്ചാൽ ബോഗൺവില്ലാസ് തന്നെയാണ് കേട്ടോ. ബോഗൺവില്ലാസ് ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ നന്നായിട്ട് പൂത്തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് തന്നെ കാണാം കേട്ടോ. എല്ലാവരും ഇപ്പോൾ കൊമ്പുകൾ വെച്ചും വാങ്ങിച്ചും വളർത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട്. എല്ലാം ഞാനിങ്ങനെ കൊമ്പ് വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. വീണ്ടും ഓരോ ചട്ടികളിലാക്കിയിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. ഓരോ വർഷവും കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊമ്പ് വെച്ച് പിടിപ്പിച്ചിട്ട് ചെടികൾ
അപ്പം എനിക്കിത് വളരെ ഇഷ്ടമുണ്ട്. ഇത് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡും നമ്മൾ അതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നീം ഓയിലാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് നല്ല കരുത്തും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തു കൊടുത്ത വളം എന്താണെന്ന് വെച്ചാൽ 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലോട്ട് നിറയെ വെള്ളമൊഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാനൊരു നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു 2 പിടിയോളം എല്ലുപൊടി ഉണ്ടല്ലോ, എല്ലുപൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുത്തു കേട്ടോ. കലക്കി നന്നായി അലിയിച്ചെടുത്തിട്ട് എല്ലാ ചെടികൾക്കും ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കലക്കിയെടുത്ത ഒരു വളമാണിത്. അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഒരുപാട് പൂക്കളുണ്ടാവും. അങ്ങനെ ഒരുപാട് പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല പല വളങ്ങളും നമ്മൾ മാറി മാറി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കണം, എന്നാലും നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. വളരെ ലേറ്റാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. കൂടുതൽ കട്ടിയോടെ ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് കുറച്ച് ഭയമുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോയാലോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. അങ്ങനെ എല്ലാ ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാ ആഴ്ചയിലും ഞാൻ മാറി മാറി ചെയ്ത് കൊടുക്കുന്ന വളങ്ങളാണ് കേട്ടോ. DAP, പൊട്ടാഷ്, NPK 19 അതുപോലെ എല്ലുപൊടി എല്ലാം കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഗാർഡനിലെ കാഴ്ചകളൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.